യു എയിലെ കോണ്ടന്റ് ക്രിയേഷൻ രംഗവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെ കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാ. അതായത് ഈ കോണ്ടന്റ് ക്രിയേഷൻ മേഖലയിൽ നമ്മൾ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട്, അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് മുൻപ് യു എയിൽ കൃത്യമായിട്ടൊരു ലൈസൻസ് എടുത്തിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. 3 മാസത്തിനകമാണ് യു എയിൽ ഈ ലൈസൻസിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടപ്പാവുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർ പറയും നമ്മളിങ്ങനെ പ്രൊമോഷൻസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, നമ്മൾ അങ്ങനെ ക്യാഷ് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാലും ശരി, നിങ്ങൾ ലൈസൻസ് എടുത്തിരിക്കണം. പെയ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും പ്രൊമോഷൻസും അഡ്വർടൈസ്മെന്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകുന്നവർ കൃത്യമായ ലൈസൻസ് എടുക്കണം എന്നാണ് യു എ മീഡിയ കൗൺസിൽ ഇപ്പൊ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ലൈസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. യു എ മീഡിയ കൗൺസിൽ മുഖേനയാണ് നിങ്ങൾ ഈ ലൈസൻസ് എടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു എ നാഷണൽസ് ആണെങ്കിലും റെസിഡൻസ് ആണെങ്കിലും ലൈസൻസ് എടുത്തിരിക്കണം. 3 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ഈ ലൈസൻസ് കിട്ടുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല, സൗജന്യമായിട്ടുള്ള ലൈസൻസ് ആണ്. 3 വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം അത് റിന്യൂ ചെയ്യാം. ഇനി യു എയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് വിസിറ്റേഴ്സിന് 3 മാസത്തെ ലൈസൻസ് ആണ് നൽകുന്നത്. അത് വീണ്ടും റിന്യൂ ചെയ്യുകയും ചെയ്യാം കേട്ടോ. എന്തായാലും ഈ ലൈസൻസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇനി ചില കാറ്റഗറികൾക്ക് ലൈസൻസിന്റെ ആവശ്യമില്ല. അതായത് നമ്മുടെ തന്നെ ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ്, നമ്മുടെ കമ്പനി അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലൈസൻസ് വേണ്ട. പിന്നെ കുട്ടികൾ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചിലപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് കൾച്ചറൽ, സ്പോർട്സ്, അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ അവരൊക്കെ ചെയ്യാറില്ലേ, അത്തരം കോണ്ടന്റുകൾക്കും നിങ്ങൾ ലൈസൻസ് എടുക്കേണ്ടതില്ല. അല്ലാത്ത എല്ലാവരും ലൈസൻസ് കൃത്യമായി എടുത്തിരിക്കണം. പ്രത്യേകിച്ച് പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ട്, അഡ്വർടൈസുമായി ബന്ധപ്പെട്ടെന്നാണ് യു എ പറയുന്നത്. ഇപ്പോഴല്ല, 3 മാസത്തിനകമാണ് യു എയിൽ ഈ മാറ്റം വരാൻ പോകുന്നത്. അതിവേഗം വളരുന്ന, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ ഒരു സുതാര്യതയും പ്രൊഫഷണലിസവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം യു എ കൊണ്ടുവരുന്നത്. കൃത്യമായി സൗജന്യമായി ലൈസൻസ് എടുക്കുക. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ കോണ്ടന്റ് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട മേഖലയിൽ തുടർന്നും പ്രവർത്തിക്കാമെന്നാണ് യു എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.